ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് സുഖമൊക്കെയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകണം. നമ്മുടെ ആദം ബേബി ഇപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും ഓടിച്ചാടി വരൂട്ടാ. അപ്പോൾ അമ്മാമ്മ വന്നിട്ടുണ്ടായില്ലേ, അമ്മാമ്മേനെ പോയി വിളിച്ച് കൊച്ചിവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി. നമ്മളിന്ന് ഒരു ബാക്ക് ടു മെമ്മറീസ് ആണ്. നമ്മുടെ വെഡിങ് ആൽബം വെറുതെ ഒന്ന് എടുത്ത് നോക്കാൻ വിചാരിച്ചു. എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കണോ, ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് നോക്കലുണ്ടാവുള്ളൂ. മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ട കമന്റുകള് അമ്മച്ചിയോട് ചോദിച്ചാൽ മതി. എന്തൊക്കെ എന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ടെന്ന് അമ്മച്ചിയോട് ചോദിച്ചാൽ മതി. അമ്മച്ചി പറഞ്ഞു തരും കേട്ടോ എന്തൊക്കെ കമന്റ് എന്നുള്ളത്. കമന്റുകൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ് അമ്മച്ചി. അപ്പൊ കല്യാണ ആൽബം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മച്ചി പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് ഞാൻ എന്തായാലും കല്യാണ ആൽബം ഒന്ന് എടുത്ത് നോക്കാം. കാരണം പൊടിയൊക്കെ പൊടി പിടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കില്ല, ഒന്ന് തട്ടിയെടുക്കുന്നത് നല്ലതാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളും കൂടി അത് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഉണ്ണി കിടന്ന് ഉറങ്ങാണ്. അവൻ ഉറങ്ങണ റൂമിലാണ്, ആലമാരിയിലാണ് നമ്മുടെ ആൽബം ഇരിക്കുന്നത്. അത് ഞാൻ എടുക്കാൻ പോകുമ്പോൾ അവൻ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് കുറേ സമയങ്ങൾക്ക് ശേഷം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പോയി നോക്കട്ടെ അവൻ എനിക്കാണ്ട് പോയി എടുത്തട്ടെ. ഇതണ്ട നമ്മുടെ ആൽബം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതില് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അമ്മച്ചി പറയുന്നത് ഇവിടെ നോക്കുന്നില്ലേ, പൊടിയല്ലേ? അത് പൊടിയൊന്നല്ല, അലമാര. ഒരു പൊടി ഉണ്ടാവില്ല, അത് അലമാരയുടെ ഉള്ളിലിരിക്കുന്ന സാധനം. പൊടി പിടിക്കാണ്ട് തന്നെ സൂക്ഷിച്ചു. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ആൽബം ഇരിക്കുന്നത്. എന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം? ഡിസംബർ 19-ാം തീയതി ആയിരുന്നു കല്യാണം. അല്ലല്ലോ, ഡിസംബർ 19-ാം തീയതി നമ്മുടെ ആദം ബേബി ജനിച്ചത്. ഡിസംബർ 20-ാം തീയതി എടുത്തിട്ടോ, സോറി, മിസ്റ്റേക്ക് പറ്റിയതാട്ടാ. അതെന്താണെന്നറിയോ? ഡിസംബർ 19-ാം തീയതി ആദം ബേബി ജനിച്ചു. ഡിസംബർ 20-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് ആദം ബേബിന് പ്രസവിക്കുള്ളൂ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഡേറ്റ്. പക്ഷേ അതിക്ക് മുന്നേ പോന്നു. പിടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. അവനറിയില്ല. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മച്ചി നമുക്ക് ആൽബം കാണിച്ചു തരും. ഞാൻ അതിന് പറഞ്ഞു തരല്ല, അമ്മച്ചി ആൽബം ഇങ്ങനെ തുറന്ന് കാണിക്കട്ടെ. അല്ലെങ്കിൽ ഇവൻ അലമ്പായി തുടങ്ങും, ഇവൻ അതിലേക്ക് അറ്റാക്കിങ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ആൽബത്തെ തിരിച്ചു വേണമല്ലോ. നമ്മുടെ ഒരു മെമ്മറി ഉള്ളൂ, നമുക്ക് എടുത്തു വെക്കണല്ലോ. അതുകൊണ്ട് ഇവനെ ഇവിടെ നിർത്തേണ്ടത് നല്ലത്. പക്ഷെ ഇവൻ ഇവിടെ നിൽക്കുമെന്നുള്ളത് സാധ്യത വളരെ കുറവാണ്. നീ നോക്കുന്നുണ്ടോ? എന്തോ ഒരു പുതിയ സാധനം മാമ എടുക്കാൻ പോകുന്നുണ്ട്. ചിരിക്കണോക്ക് ഇതാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെയുള്ളത്. ഞങ്ങളൊരു ഹാർട്ടിന്റെ ഉള്ളിൽ ഫോട്ടോ ആക്കി അവര് ഇതേ വെച്ചിട്ടുണ്ട്. ആരതാൽബം ആദം ആരതാദം അമ്മിച്ചിയുടെ ആൽബം ഞാനല്ലേ കാണിച്ചെന്നേ. അപ്പൊ എന്റെ ആൽബം അമ്മിച്ചി കാണിച്ചു തരും കേട്ടാ. അമ്മിച്ചിയുടെ കല്യാണ ആൽബം നമ്മൾ കാണിച്ചിട്ടുണ്ടായി ഒരു വീഡിയോയില്. ഇപ്പൊ എന്റെ കല്യാണ ആൽബം തുറന്നോളൂ, ഐശ്വര്യമായി തുറന്നോളൂ. അയ്യേ, ബ്ലാങ്ക് പേജ് ആണല്ലോ. ഞങ്ങളുടെ ഫോട്ടോട്ടാ ഇതിൽ എഴുതിയേക്കുന്നത്. ഇത് മാമൂദീസ എന്തേ ഉള്ളതെന്നുള്ള പറഞ്ഞത് മനസ്സമ്മതത്തിന്റെ ആണത്. ഞാൻ മനസ്സമ്മതത്തിന് സാരി ആയിരുന്നു അല്ല അമ്മച്ചി. അമ്മച്ചി ഇങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പൊ ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ സുഖമുണ്ട്. മനസ്സമ്മതത്തിന്റെ ഫോട്ടോ കണ്ടില്ലേ? ഇതായിരുന്നു ഞാൻ സാരിയും. വാവ്, ബ്യൂട്ടിഫുൾ. ഞാൻ എന്നെ കുറിച്ചായിട്ട് പറയണ്ട. സാരി ഇപ്പൊ കുറച്ച് വണ്ണം കൂടുതലുണ്ടോന്ന് സംശയമുണ്ട്. സാരിയുടെ 2 ഫോട്ടോട്ടാ. മേക്കപ്പ് ഇതാണ് ആരാധം. ഇതാരാന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചിന് മേക്കപ്പ് ചെയ്തപ്പോ മനസ്സിലായിണ്ടല്ലോ. മേക്കപ്പ് കൂടിയ ചേട്ടാന്ന് പറഞ്ഞി ഇച്ചിരി മനസ്സിലായിണ്ടാവില്ല. ഇത് നമ്മുടെ വീടാണ്. ഇത് നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും, അപ്പച്ചന്റെ അപ്പനും അമ്മയാണ്. ഇത് നമ്മുടെ വീട്. പിന്നെ പഞ്ചസാരയല്ല, മറ്റേ മധുരം കൊടുപ്പിലല്ല വെച്ച് ഇത് സെറ്റ് ചെയ്തേക്കുന്ന. മധുരം കൊടുക്കലുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണതിന് മുൻപ്. അപ്പൊ അതിന് വേണ്ടിട്ട് അമ്മച്ചി അല്ല, വേറെ ആരോ സെറ്റ് ചെയ്ത് വെച്ച പഞ്ചസാര. ഓ, സിറ്റ് ഔട്ട് തന്നെയത്. മോനെ കുട്ടാ വിടറ. ഇവനെ ഞാൻ അറ്റാക്ക് ചെയ്യേണ്ട അപ്പുറത്ത് നിർത്തിയത്.
ഇവിടെ ഇറങ്ങി നിന്ന് കാണാതെ. ഇത് ദേ ചെല്ലു. ദേ നാത്തൂനും ഇതാണ് നമ്മുടെ ഡിന്നി മോളും ഞാനും. ദേ എന്താ ചിരി. ദേ ഫോട്ടോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. മാരേജിന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല. നമ്മുടെ കല്യാണത്തിന് സ്റ്റെബി ഉണ്ടായില്ല കേട്ടോ, അതുകൊണ്ട് ഈ ആൽബത്തിൽ സ്റ്റെബി ഉണ്ടാവില്ല. നിന്റെ കാണുന്നിട്ടുണ്ടായോ? ദേ 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 അമ്മച്ചിയുടെ കയ്യൊന്ന് മാറ്റിയതേ. ദേ 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 അപ്പച്ചൻ, അമ്മച്ചി, ഞാൻ, ഡിന്നി. ദേ വാവ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാവ് എന്ന് പറയുന്നുണ്ടല്ലേ, എന്തിനാണാവോ അത്? കൊച്ചു പഠിക്കല്ല ഓടിക്കല്ല അതും കൂട്ടാ. അടുത്ത ഫോട്ടോ വിത്ത് നാത്തൂൻസ്. വിട്ടുപോയല്ലോ അത് കീറല്ലേ, വിട്ടിട്ടൊന്നുമില്ല. ഇത് പേപ്പർ വിട്ടോന്നല്ല ചോദിച്ച, പിന്നെ ഇത് മറച്ചപ്പോ ഡിന്നിയുടെ മേക്കപ്പ് അന്നത്തെ നല്ല ഭംഗി ഉണ്ടായില്ല അമ്മച്ചി? നല്ലതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സെയിം സ്ഥലത്തായിരുന്നു. പക്ഷെ ഡിന്നി മേക്കപ്പ് ചെയ്തത് എന്താണ് പറയാ, വേറൊരു ലുക്കും. ഞാൻ എന്റെ മേക്കപ്പ് വേറൊരു ലുക്കായിരുന്നു. ഡിന്നിയുടെ നല്ല രസമുണ്ടായിരുന്നു അന്ന് മേക്കപ്പ് കാണാൻ. ഈ കൊച്ചിന്നാള് കീറു. ഇത് അന്നനെ കാണിച്ചില്ലേ? അന്നയുണ്ട് കേട്ടോ, അന്ന അന്നുണ്ടായിരുന്നു. ചക്കിയ ഇത് നമ്മുടെ അമ്മായിമാരാണ് ട്ടാ. അതായത് ആരാന്ന് പറഞ്ഞു കൊടുത്ത അപ്പൂപ്പന്റെ പെങ്ങന്മാരുണ്ടത്. അപ്പച്ചന്റെ ആന്റിമാര്. അപ്പച്ചന്റെ ആന്റിമാര് വേണ്ടാ. കൂട്ടുകാരന്മാര്. ഇത് സ്റ്റെബിയുടെ കൂട്ടുകാരന്മാര്. ഇത് ദേ ഡിന്നിയുടെ ഫാമിലി. പിന്നെ ദേ ഇത് വെല്ലിമിച്ചി വെല്ലിപ്പച്ചനും. ഈ വെല്ലിമിച്ചിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവൂല വീഡിയോയില്. മറ്റേ എനിക്കൊരു ചേച്ചിയുള്ളത്. അമ്മച്ചിക്ക് ഒരു ചേച്ചിയും പിന്നെ ആരാന്ന് പറയും, ബാക്കിയുള്ളവരുടെ ഫോട്ടോ പോലില്ല. ചേട്ടനും അനിയനുണ്ട്. ചേട്ടാ. പിന്നെ വീണ്ടും ഞാൻ തന്നെ. വെല്ലിച്ചാച്ചൻ അന്ന് എന്റെ കല്യാണത്തിന് ഉണ്ടായില്ല. കൊറോണയായിരുന്നു. കൊറോണ ടൈമിലായിരുന്നു കല്യാണം. എന്റെ കല്യാണം കൊറോണ ടൈമിലായിരുന്നു കേട്ടോ. എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം കല്യാണം നടന്നത്. സ്റ്റെബിയുടെ കല്യാണത്തിന് ആകെ 20 പേരായിരുന്നു. സ്റ്റെബിയുടെ കല്യാണത്തിന് കൊറോണ ഭയങ്കര രൂക്ഷമായ ടൈമായിരുന്നു. എന്റെ പിന്നെ കുറച്ചും കൂടി ആൾക്കാരെ വിളിക്കാൻ പറ്റുന്ന ടൈമായിരുന്നു. കുറച്ചും കൂടി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-200 പേര് മാക്സിമം. അത്രയൊക്കെ നമ്മുടെ 2 പേരെ കല്യാണം അത്ര വലിയ ആഡംബരമായിട്ടോ അത്ര വലിയ ആഘോഷമായിട്ടൊന്നും നടത്തിയിട്ടില്ല. ചെറിയ രീതിയിൽ നടത്താൻ പറ്റിയിട്ടില്ല. ചെറിയ രീതിയിൽ തന്നെയാ നടത്തിയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കല്യാണം. അതെ, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ പോണേന് മുൻപുള്ളതാട്ടാ. ഫോട്ടോ ഡിന്നിയായിരുന്നു ബൈബിൾ വായിച്ചിട്ടുണ്ടായേ. അപ്പൊ ഇവളെന്താ ബൈബിൾ ബൈബിളല്ല വേറെ എന്തോ എന്നിട്ടാണ് കുടുംബ ലിറ്റർജി, അതിലെന്തോ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായതേ. ഞാൻ അപ്പച്ചന് ഇതിലെന്തൊരു വണ്ണാലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണല്ലോ അപ്പച്ചൻ, എല്ല് പോലെ. ഭയങ്കര വണ്ണം എന്നല്ല, എന്നാലും ആവശ്യത്തിന് കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ആൽബത്തിൽ കുറച്ചും കൂടി ഈ ആൽബത്തിലല്ല ഇപ്പൊ കുറച്ചും കൂടി ക്ഷീണിച്ചിരിക്കും. പിന്നെ ഷുഗറൊക്കെ കൂടിയതിന്റെ പ്രശ്നത്തിലാണ് കൂടിയിരിക്കുന്നത്. ഇതാരത്? അപ്പാപ്പനെ മനസ്സിലായി. ഇതാരത്? ഇതാരാന്ന്? അമ്മച്ചി മേക്കപ്പ് ചെയ്തോണ്ട് കൊച്ചിന് മനസ്സിലായിട്ടില്ല. അമ്മച്ചിന്റെ ബ്യൂട്ടി പാർലറിൽ അതുകൊണ്ട് അമ്മച്ചിന്റെ കൊച്ചിന് മനസ്സിലാവണില്ല. ഇതാരത്? ഇത് ചക്കയാ? അപ്പാപ്പനെ മാത്രമേ കൊച്ചിന് അറിയുള്ളൂ. ചക്കയാ? അമ്മാമ്മയുടെ മാത്രം സ്നേഹമുള്ള കൊച്ചിന്. മതി. ഞങ്ങളുടെ മനസ്സമ്മതം ഡിസംബർ 20-ാം തീയതി പറഞ്ഞില്ല, സോറി ഡിസംബർ 18-ാം തീയതി ആയിരുന്നു മനസ്സമ്മതം. ഡിസംബർ 20-ാം തീയതി ആയിരുന്നു കല്യാണം. നോമ്പ് ടൈമിലായിരുന്നു കേട്ടോ മനസ്സമ്മതവും കല്യാണം ഉണ്ടായിരുന്നത്. ലെറ്ററും ഇതൊക്കെ വേണ്ടി വന്നു അതിന് വേണ്ടി നടത്തിയത്. കാരണം അവന് ആ സമയത്ത് വരാൻ പറ്റുള്ളൂ. അതന്നെ. അതായത് 2 വർഷം കല്യാണം ഉറപ്പിച്ചിട്ടു. ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നമ്മള് വെയിറ്റ് ചെയ്തു. കുറെ നാളായി വെയിറ്റിങ്. പിന്നെയും കൊറോണ കൂടി പറഞ്ഞ് കൊറോണ കാണാനില്ല. അപ്പൊ ഒരു കുറഞ്ഞൊരു ഗ്യാപ്പിൽ വന്നിട്ട് കല്യാണം ഡിസംബറിൽ അങ്ങോട്ട് നടത്തി. ആള് വന്നപ്പോ സ്റ്റെബിക്ക് വരാൻ പറ്റില്ല. 2 പേർ കൂടി ഒരുമിച്ച് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഇത് നമ്മുടെ അമ്മായിമാരല്ലേ. അത് ഇതാരത്, ഇതാരത് ദേ വരന്തരപ്പള്ളിയിലെ അപ്പാപ്പനും അമ്മാമയും. അപ്പാപ്പനോട് അമ്മാമനൊന്നും ഇല്ല കേട്ടാ. നമ്മുടെ വരന്തരപ്പള്ളിയിലെ അപ്പാപ്പനും ഉണ്ട് കേട്ടാ വണ്ണം. ഇപ്പൊ ഇല്ല, ഇപ്പോഴും കുറഞ്ഞു. ആളും സ്ലിം ബ്യൂട്ടി ആയില്ലോ ഇപ്പൊ. മാറാതെ ദേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ് രൂപമൊക്കെ മുത്തി. ദൈവം പേടിക്കല്ലേ, യക്ഷിയുടെ കണ്ണൂലിരിക്കണ്ടല്ലോ. ഇതാരാത്? ഇതാണ് നമ്മുടെ ആദത്തിന്റെ അപ്പനാണിത്. ഇതാണ്ടാ കല്യാണ ചെക്കൻ ഓൺ ദ സ്ക്രീൻ. ചെക്ക അതല്ല, ചെക്ക ഡെലിസ്. ഇത് പിന്നെ പള്ളിയിലെ പരിപാടികളൊക്കെ ആയിട്ടാ. ഇതാണ് നമ്മുടെ അച്ഛൻ, നല്ല അച്ഛനാണ് ഞങ്ങളുടെ പള്ളിയിലെ അന്നത്തെ അച്ഛൻ. നല്ല അച്ഛൻ മാറിപ്പോയിട്ടപ്പ ഇവ വേറെ അച്ഛനാ പള്ളിയില്. ഇതന്നെ നമ്മുടെ കല്യാണം നടന്ന ഹാള്. ഇത് പഞ്ചായത്ത് ഹാളായിരുന്നില്ലേ അമ്മച്ചി? പിന്നെ മാലയൊക്കെ പിടിച്ച് നിക്കണ്ട് കേട്ടാ. മാലയിട്ട് വരവേൽക്കാൻ വേണ്ടിട്ട് ബൊക്കയും മാലയും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം ആൾക്കാരുകൾ ഉണ്ടായില്ല. കണ്ടാ ഈ കൊച്ചു കിടന്ന് കാണിക്കണേ. അപ്പാപ്പനും അമ്മാമ്മക്ക് കുരിശ് വരച്ച് മാറിയിട്ടതേ കയറ്റണം. ഫോട്ടോ നമ്മുടെ സ്റ്റേജ് ഇതായിരുന്നു കേട്ടാ കല്യാണത്തിന്റെ. ഈ കൊച്ചി ആൽബത്തിന്റെ കാര്യം തീരുമാനാക്കുമെന്നുള്ളത് സംശയകരമല്ല, പൂർത്തിയായ കാര്യം. ഇതേ നമ്മുടെ ഫാമിലി ഫോട്ടോ കേട്ടാ. കാണില്ലേ? ഇത് കാണുന്നുണ്ടല്ലോ. ബേബിയുടെ കെട്ട് കഴിഞ്ഞിട്ട് 20 പേരല്ല 50 പേരല്ല. കെട്ടിന്റെ സമയത്ത് കണ്ട് 20 പേര് അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 20 പേര് പള്ളിയിൽ കയറി. അത് കഴിഞ്ഞിട്ട് കെട്ട് കഴിഞ്ഞിട്ട് 50 പേർക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോ വീണ്ടും 50 പേർക്ക്. അങ്ങനെ 100 പേരുടെ കല്യാണത്തിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അതായത് നമ്മള് തലേ ദിവസം പറഞ്ഞ അയൽവക്കക്കാരെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മള് കല്യാണത്തിന്റെ ടൈമിൽ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 50 പേര് കുറച്ചും കൂടി അകലെയുള്ള ബന്ധുക്കളെ വിളിച്ചു. അങ്ങനെ 150 പേരായിട്ട് നമ്മൾ പരിപാടി നടത്തിയത് തന്നെ. അടുത്തത് ഇതൊക്കെ നമ്മുടെ ഫോട്ടോസ്. അന്നായിരുന്നു ടാങ്കറിങ്. അതെ അന്നയല്ല, ഇത് ഡിന്നി. എവിടെ ഡിന്നി? ജിജ്ജല്ല, ഡിന്നി. എവിടെ ഡിന്നി? ഡിന്നി എവിടെയാ? ഡിന്നി. ഡിന്നി എത്ര ഡിന്നിയല്ലേ കാണിച്ചാ? അടക്കല്ലേ പൊന്നോ? അപ്പയ്ക്ക് ഉമ്മ കൊടുത്തേ. അപ്പയ്ക്ക് അമ്മക്കല്ല, അപ്പയ്ക്ക് ഉമ്മ കൊടുക്കാൻ പറ്റും. അതങ്ങനെ ചെയ്യുള്ളത്. അപ്പാപ്പന് കൊടുത്തു. അപ്പാപ്പന്മാരോടെ കൊച്ചിന് ഇഷ്ടമുള്ളൂ. എന്താ ചെയ്യാ? നമ്മുടെ 2 അമ്മമാര്. ഇവരുടെ മുഖം ഏകദേശം സിമിലാരിറ്റീസ് എന്തൊക്കെയുണ്ട് അല്ലേ തോന്നണ്ട. അമ്മച്ചീന്റെ ചേട്ടത്തി അമ്മച്ചീനെ മറ്റേ അമ്മച്ചീനെ ചേച്ചിയും അനീത്തിയെന്ന് ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഫോട്ടോസ് കണ്ടിട്ട് അടച്ചു. സ്റ്റേബി ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അവൻ ആ ടൈമിൽ വീഡിയോ കോൾ വിളിച്ചപ്പോ ഉള്ള ഫോട്ടോ അവരെടുത്തതാട്ടത്. പിന്നെ ഇത് നമ്മുടെ അവിടെയുള്ള കൊച്ച്. ഇവനിത് കാണിക്കാൻ ഈ കല്യാണത്തിന്റെ സമയത്ത് ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ നമുക്ക് ഒരു എന്റർടൈൻമെന്റിന് ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയാണ് ഈ പൂവൊക്കെ പിടിച്ച് പാവ എന്നെ കെട്ടിയോ എന്തൊരു കഷ്ടപ്പെട്ടാ എന്നെ പൊക്കിയ. ഇങ്ങനെ പൊന്തിയാവോ ദൈവത്തിന്. എന്നെ പൊക്കണ്ട, അപ്പം പൊക്കണ അമ്മേനെ മോൻ പൊക്ക. അപ്പം പൊക്കണ മോൻ പൊക്കാൻ വല്ലേ. മോന് പൊന്തൊന്നുമില്ലേ കണ്ട നോക്കിയേ. അയ്യോ എന്തൊരു സ്നേഹമുള്ളൊക്കെ ആവാന്നറിയോ? കുറച്ചാളായ്മ തിരിഞ്ഞു വെക്കാൻ പോലില്ല തന്നെ. അതെ ഇത് സ്റ്റെബി. ആ സമയത്ത് ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചതാട്ടാ. ഇത് ചേട്ടന്റെ നാത്തൂൻ
അയ്യോ സോറി ചേട്ടന്റെ നാത്തൂര് ചേട്ടന്റെ പെങ്ങള് അവളും ഉണ്ടായില്ല, അവളും അളിയനും ഉണ്ടായില്ല. അപ്പൊ അവരും നമ്മളെ സമ്മതത്തിന് ഉണ്ടായില്ല. കല്യാണത്തിന് അവള് പറയാണ്ട് വന്നിട്ടുണ്ടായിരുന്നു, 5 ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണ ടൈമിൽ ഉണ്ടായിരുന്നു, മനസ്സമ്മതത്തിന് ഉണ്ടായിരുന്നു. ആർക്ക്? ഇവനാ? പിന്നെ ഡൽമീന് അവനെല്ലാവരും ഓർമ്മയുണ്ട്. അവന്റെ അപ്പനല്ലോ ഓർമ്മയുണ്ടോ? അപ്പം വരുമ്പോഴേ ഞാൻ അറിയുള്ളൂ. അച്ചാച്ചനും കൊടുക്കണ വെച്ച് ഇത് നമ്മള് പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അതായത് ഇതെവിടെ പോയി ചെയ്ത്? ആ ഇത് ഞങ്ങൾ പോയത് ആറങ്ങാലിയില്. മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറല് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി ഫോട്ടോ ഒക്കെ എടുത്ത ഫോട്ടോ കേട്ടോ അത്. അല്ലെങ്കിൽ ഇപ്പൊ ആൽബം കീറൂല്ലേ? കൊച്ചൻ തോന്നേട്ടാ നമ്മുടെ സ്റ്റെബിയുടെ കൂട്ടുകാരന്മാരാട്ടാ. പിന്നെ ഇതൊക്കെ നമ്മുടെ കുറച്ച് അമ്മായിയുടെ മക്കള്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെന്റെ ഒരു ഫ്രണ്ട്. പിന്നെ ഇത് കണ്ടതാ. ഇതൊക്കെ പറഞ്ഞ റിലേറ്റീവ്സ് ആണ് നമ്മുടെ. ഇത് ഞങ്ങളുടെ ഫുൾ ഫാമിലി കസിൻസ്. ഇവര് ഫുള്ള് ഫാമിലി കസിൻസ്. ഇത് നമ്മുടെ ആന്റിമാരാണ് ട്ടാ. ഇതാണ് നമ്മുടെ ആന്റിമാര്. 4 ആന്റിമാരുണ്ട് നമുക്ക്. 4 ആന്റിമാര്, അപ്പച്ചന്റെ പെങ്ങന്മാര്. പിന്നെ ഇതൊക്കെ ഫുഡടി ഫോട്ടോ. ഫുഡ് കഴിക്കാറായി, ഫുഡടി കഴിഞ്ഞു. വീട്ടിൽ കൊണ്ടാക്കണ ഫോട്ടോ ആട്ടത്. വീട്ടിലേക്ക് കയറ്റും തമ്മിച്ച് കുരിശൊക്കെ വരച്ച് വീട്ടിലേക്ക് കയറുന്ന ഫോട്ടോ. രണ്ടുപേരും ഒരേ മറ്റേ ഇതില് കട്ടിൽ പടി കൂടെ കയറി എന്തായാലും തിരിച്ചാള് വീട്ടിലേക്ക് പോകാനുള്ളതിന് മുൻപുള്ള ഫോട്ടോസ്. ഷെയ്ക്കൻ്റെ ഒക്കെ തരണം കേട്ടാ. പിന്നെ ഔട്ട്ഡോർ. അപ്പൊ നിങ്ങളിപ്പോ കണ്ടത് നമ്മുടെ മനസ്സമ്മതത്തിന്റെ ആൽബാട്ടാ. ഇത് സംഭവത്തിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്യാണത്തിന്റെ ഫോട്ടോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന്റെ ആൽബം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും അത് കല്യാണത്തിന്റെ ആൽബം കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യാം. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.